നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായ പദ്ധതികൾ നിലവിലുണ്ട്. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ വകുപ്പുകൾ നൽകുന്ന വിവാഹ ധനസഹായ പദ്ധതികൾ. ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട പദ്ധതികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. ഏറ്റവും ആദ്യം നമുക്ക് പരിണയം എന്ന് പറയുന്ന ഒരു വിവാഹ ധനസഹായ പദ്ധതിയുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക്, അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന പെൺകുട്ടികൾക്ക് ധനസഹായമായിട്ടാണ് ഈ പരിണയം പദ്ധതിയിലൂടെ വിവാഹ ധനസഹായം വിതരണം ചെയ്യുന്നത്. 30,000 രൂപ ഒറ്റത്തവണ ധനസഹായമായിട്ട് വിതരണം ചെയ്യും. പരമാവധി ഒരു വീട്ടിലെ 2 പെൺകുട്ടികൾക്ക് വരെ ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. അപേക്ഷ നൽകേണ്ടത് സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരമാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന മംഗല്യ സമുന്നതി എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി. BPL AVO റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മളുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് വേണ്ടി വിവാഹ ധനസഹായമായിട്ട് 70,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് എല്ലാ വർഷവും വിതരണം ചെയ്യുന്നത്. എല്ലാ വർഷവും അപേക്ഷ സ്വീകരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. ഈ വിവാഹ ധനസഹായം ലഭിക്കുന്നത് ഓരോ വർഷവും വിവാഹം ചെയ്ത കുടുംബങ്ങളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളാണ് അപേക്ഷകൾ കൊടുക്കേണ്ടത്. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വിലാസത്തിലേക്ക് തപാലിലൂടെ അയച്ചു കൊടുത്താണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷകൾ അവസാനിച്ചു. അതിലെ ലിസ്റ്റും സർക്കാർ പുറത്തിറക്കി. 70,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം സർക്കാർ വിതരണം ചെയ്തത്. അപേക്ഷയിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രധാന മാനദണ്ഡം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വരുമാന പരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകിയായിരിക്കും ഈ പദ്ധതിയിൽ ആളുകളെ തിരഞ്ഞെടുക്കുക. ലഭിക്കുന്ന ഫണ്ട് കൂടി പരിഗണിച്ചായിരിക്കും ഗുണഭോക്താക്കളുടെ എണ്ണം എത്രയാണ് എന്ന്, അല്ലെങ്കിൽ എത്ര പേർക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് ഇപ്പോൾ ഈ ഒരു മുന്നോക്ക സമുദായ കോർപ്പറേഷൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. അടുത്ത മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി മിശ്ര വിവാഹിതർക്കുള്ള ധനസഹായ പദ്ധതിയാണ്. ഒരാൾ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നതും മറ്റേയാൾ ഇതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നതുമായിരിക്കണം. അത് ജനറൽ കാറ്റഗറി വരെയാകാം. അങ്ങനെയുള്ളവർക്ക് പട്ടികജാതി വികസന കോർപ്പറേഷൻ 75,000 രൂപയുടെ ഗ്രാന്റാണ് നൽകുന്നത്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം, എന്നാൽ 3 വർഷത്തിനകം തന്നെ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുകയും വേണം. കുടുംബ വാർഷിക വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് പോലുള്ള വിവിധ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനു വേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും അപേക്ഷകൾ കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് പദ്ധതിയുള്ളത്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി സുമിത്രം എന്ന് പറയുന്ന ഒരു വിവാഹ വായ്പാ പദ്ധതിയാണ്. 6% പലിശയിൽ 5 ലക്ഷം രൂപയാണ് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക്, അതായത് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈന, സിഖ്, പാർസി മതങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് സംസ്ഥാനത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വിതരണം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വായ്പാ പദ്ധതി എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. എന്നാൽ ഇവിടെ വസ്തുജാമ്യമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ ഒക്കെ ഹാജരാക്കേണ്ടി വരും. എങ്കിൽ പോലും ഇത് വലിയൊരു സാമ്പത്തിക സഹായം തന്നെയാണ്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് നമ്മുടെ ജില്ലകൾ തോറുമുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും അപേക്ഷാ ഫോമും എല്ലാം ലഭിക്കും. കൃത്യമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള വായ്പകൾ എടുക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും. അടുത്തതായി മംഗല്യ എന്ന് പറയുന്ന ഒരു വിവാഹ ധനസഹായ പദ്ധതി നിലവിലുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇവിടെ നമുക്ക് പുനർവിവാഹം ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ വിധവകളായിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ, അങ്ങനെയുള്ളവർക്ക് പുനർവിവാഹ ധനസഹായമായിട്ടാണ് 25,000 രൂപ ലഭിക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കേണ്ടത് വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരമായിരിക്കും. 25,000 രൂപയോളമാണ് പ്രതിവർഷം സഹായമായിട്ട് ലഭിക്കുന്നത്. എല്ലാ വർഷവും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. അപേക്ഷ വയ്ക്കുമ്പോൾ മുൻഗണന റേഷൻ കാർഡ് ഉള്ളവർക്കായിരിക്കും പരിഗണന ലഭിക്കുന്നത്. അടുത്തതായിട്ട് വിധവകളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായിട്ട് 30,000 രൂപ വരെ ലഭിക്കുന്ന സ്കീമുകൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനത്തിൽ, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തല സെക്രട്ടറിക്കൊക്കെയാണ് നമ്മൾ അപേക്ഷകൾ കൊടുക്കേണ്ടത്. 30,000 രൂപ വരെയാണ് സാമ്പത്തിക സഹായമായിട്ടൊക്കെ വിതരണം ചെയ്യുന്നത്. മുൻപ് ഈ പദ്ധതി സജീവമായിട്ട് നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ചില മേഖലകളിൽ ഇപ്പോൾ ഈ പദ്ധതി വൈകുന്നുണ്ട്. എന്നാൽ മിക്ക പഞ്ചായത്തിലും ഇതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അടുത്തതായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന മറ്റൊരു മിശ്രവിവാഹ ധനസഹായ പദ്ധതിയുണ്ട്. അപ്പോൾ ഈ പദ്ധതി പ്രകാരം 30,000 രൂപ വരെയൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി വിവാഹ ധനസഹായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതായത് ക്ഷേമനിധി ബോർഡുകളിൽ കൃത്യമായിട്ട് അംശാദായം അടയ്ക്കുന്നവർക്കായിരിക്കും ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കാൻ അവസരമുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്കീമുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.